ഞാൻ ഉണർത്തുകയാണ്, ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോൾ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ സമസ്തക്കാർ ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ വഴിയിലാണ്. വളരെ വൈകിയാണെങ്കിലും മുമ്പ് സലഫികൾ പറഞ്ഞ പല കാര്യങ്ങളും ഓരോന്നോരോന്നായി ഇവർ അംഗീകരിക്കുകയും ഇവരുടെ അണികളെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇവർ ചെയ്തതെന്താണ്. ഇവരുടെ കൂട്ടത്തിലെ ചില ആളുകളെ വലിയുകളായി അവരോധിച്ച് അവരുടെ പേരിൽ ചില കള്ളക്കറാമത്ത് കഥകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വ്യാപകമായ നിലക്ക് ഇവരുടെ അണികളും പ്രബോധകരുമൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ സലഫികൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇത് അപകടമുണ്ടാക്കുന്ന കാര്യമാണ്, മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന കാര്യമാണ്, നിങ്ങളിത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ വാശിയോടുകൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചത്? ഉലമ സമ്മേളനം വിളിച്ചുകൊണ്ട് പ്രബോധകരെയും അണികളെയുമൊക്കെ തിരുത്തേണ്ട, അതല്ലെങ്കിൽ ചില കറാമത്തുകളൊന്നും പറയാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകേണ്ട അവസ്ഥ സമസ്തക്കാർക്കുണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അവസാനമായി ഇതാ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇവർ നടത്തുന്ന ഘോഷയാത്രകളുണ്ടല്ലോ, റാലികളുണ്ടല്ലോ, ആ റാലികൾക്കെതിരെ വളരെ ശക്തമായി അതിനെ എതിർത്തുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. حتى يتبين لهم أنه الحق. വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ ധർമ്മമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് പഠിപ്പിച്ച പ്രവാചകന്റെ ജന്മദിനത്തിൻ്റെ പേരിൽ വഴി തടയുകയും മാർഗ തടസ്സം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത് റാലിയും ഘോഷയാത്രയുമൊക്കെ ആരോടൊക്കെയോ ഉള്ള ചില മത്സരബുദ്ധിയോടെ വാശി തീർക്കുന്നതിനു വേണ്ടി വർഷങ്ങളായി കേരളത്തിലെ ഇരുവിഭാഗം സമസ്തക്കാരും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇത് ചെയ്യരുത്, ഇത് അനിസ്ലാമികമാണ്, ഇത് തെറ്റാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് എതിരാണ് എന്ന് നമ്മൾ നിരന്തരമായി പറയുമ്പോഴും ഓരോ വർഷവും വാശി തീർക്കാൻ വേണ്ടി ഇവർ ഇതിങ്ങനെ കൂടുതലായി ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുകയാണ്, ജനങ്ങളെ വഴിതടഞ്ഞ് റാലി നടത്തുക എന്നത് കുറ്റകരമായ കാര്യമാണ് എന്ന് ശക്തമായ ഭാഷയിൽ പേരോട് പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാം. ഞാൻ ഉണർത്തുകയാണ്, ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോൾ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും. ഹബീബ് നബിതങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും. ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നമുക്ക് റോട്ടുമ്മക്കൂട് പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും. വളരെ നല്ല ഇടപെടലാണ് പേരോടിൻ്റെ ഇടപെടൽ. ഇതിനെ അഭിനന്ദിക്കുകയാണ്. ഈ സത്യം നിങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇനി ചോദിക്കട്ടെ, ആരാണ് ഇത് ചെയ്യുന്നത്? ആരാണിങ്ങനെ റാലി നടത്തുന്നത്? ആരാണിങ്ങനെ ഘോഷയാത്ര നടത്തി ജനങ്ങളെ വഴിതടഞ്ഞ് പ്രയാസം സൃഷ്ടിക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയല്ലേ? നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ നമുക്കറിയാം, മലപ്പുറം മഅ്ദിൻ ആരാണ് നടത്തുന്നത്? ബുഖാരിയാണ് അല്ലേ? അപ്പോൾ ഖലീലുൽ ബുഖാരിയുടെ മഅ്ദിൻ എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനം നടത്തുന്ന ഘോഷയാത്ര നിങ്ങളൊന്ന് കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ. മലപ്പുറത്ത് വഴിതടഞ്ഞ് ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന നിലക്ക് വലിയ ഘോഷയാത്രയും റാലിയുമൊക്കെയാണ് ഖലീലുൽ ബുഖാരിയും കൂട്ടരും നടത്തുന്നത്. നമുക്കതൊന്ന് കാണാം.
അപ്പോൾ പേരോട് ആരോടാണ് ഈ പറയുന്നത്? സ്വന്തം കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന ഈ അരുതായ്മയ്ക്കെതിരിൽ തന്നെയാണ് പേരോട് ശബ്ദിക്കുന്നത്. അത് പറയുകയല്ല, അദ്ദേഹം ഉണർത്തുക കൂടി ചെയ്യുകയാണ്. വളരെ മുഖവിലക്കെടുക്കേണ്ട ഒരു സംഗതിയാണത്, ഗൗരവമായ സംഗതിയാണ്. പേരോടിനെ അഭിനന്ദിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് തന്നെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ തയ്യാറായാൽ, ഈ വഴി തടഞ്ഞതിൻ്റെ പേരിൽ പ്രവാചകനെ ആരെങ്കിലും ചീത്ത വിളിക്കാൻ തയ്യാറായാൽ, അതിൻ്റെ കുറ്റവും പാപഭാരവും ഖലീൽ ബുഖാരിയുടെയും കൂട്ടരുടെയും അക്കൗണ്ടിലേക്ക് പോകുമെന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള ഘോഷയാത്രകളും റാലികളുമൊക്കെ തെറ്റാണ്, കുറ്റകരമാണ്. അത് ജനങ്ങളെ വഴിതടയലാണ്, ജനങ്ങളെ പ്രയാസപ്പെടുത്തലാണ് എന്ന് സലഫികൾ ഇത്രയും കാലം പറഞ്ഞ സംഗതി പേരോട് ഇതാ ജനങ്ങളോട് ഉച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തുടർന്നും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല, ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല. പഴയ കാലം പോലെയല്ല, എവിടെ എന്ത് നടന്നാലും അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പാട്ടാണ്, എല്ലാവരും കാണുകയാണ്, പരിഹസിക്കുകയാണ്. അങ്ങനെ ഒരു പരിഹാസത്തിന് വകവെക്കുന്ന വിധത്തിലും സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിധത്തിലും ഹബീബ് നബിതങ്ങളെയോ നബിതങ്ങളെ സ്നേഹിച്ച മഹാന്മാരായ സാലിഹീങ്ങളെയോ ആലിമീങ്ങളെയോ നമ്മുടെ പ്രസ്ഥാനത്തെയോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയോ പരിഹസിക്കാനോ നിന്ദിക്കാനോ കളിയാക്കാനോ അവസരമുണ്ടാക്കുന്ന വിധത്തിലുള്ള കോപ്രാട്ടിത്തങ്ങളൊന്നും കാണിക്കരുത്. എന്താണ് പറഞ്ഞത് സഹോദരങ്ങളെ? ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പേരോട് പറഞ്ഞത്. അല്ലാഹു അക്ബർ. വളരെ നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിനെ 100% നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. എന്നാൽ നിങ്ങളിങ്ങനെ ശക്തമായ നിലക്ക് പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചു കാണില്ല, നിങ്ങൾ തുറന്നു പറയേണ്ട ചില സംഗതികളുണ്ട്. ഇപ്പം ഈ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ നിങ്ങളുടെ ആളുകൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്താണ്? മങ്കൂസ് മൗലിദിൻ്റെ പാരായണമാണ്, അല്ലേ? മങ്കൂസ് മൗലിദ് ഓതുന്നുണ്ട്. ആ മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത് തന്നെ ഇസ്ലാമിൻ്റെ ശരീഅത്തിന് എതിരായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ? ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത നിലക്കല്ലേ മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ പേരോട് ഉസ്താദെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ എന്താണ് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയത്? അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ. CM മടവൂരിന്റെ പേരിൽ കളവ് പറയുന്നത് പോലെയല്ല നമ്മുടെ ജീവന്റെ ജീവനായ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ, ബുക്ക് ചെയ്യട്ടെ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ പേരോട് ഉസ്താദെ, ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാത്ത നിലക്ക് ശരീഅത്തിന് എതിരായ നിലക്കല്ലേ മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത്? എന്താണ് അതിൻ്റെ തുടക്കം തന്നെ പറയുന്നത്? എന്താണ്? സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഇതാണ് മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിലുള്ളത്. അതെന്താണ്? ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് സൃഷ്ടിച്ചത് എന്നും. ഇത് സ്ഥിരപ്പെട്ടതാണോ? ഇതൊരു ലഈഫ് പോലുമല്ല, ഇത് മൗലൂ അല്ലേ, ബാത്തിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരോ കളവ് കച്ചകെട്ടി പറഞ്ഞതല്ലേ? ഗൗരവമായ സംഗതിയല്ലേ? ശരീഅത്തിനെതിരല്ലേ ഇത്? അപ്പൊ നിങ്ങൾ പറയുന്നു ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ഒരു പരിപാടിയും പാടില്ലെന്ന് പറയുമ്പോൾ ഈ മങ്കൂസ് മൗലിദ് പറയാൻ പാടുണ്ടോ? പാരായണം ചെയ്യാൻ പാടുണ്ടോ? ഈ ഇതുപോലെയുള്ള മങ്കൂസ് മൗലിദ് പോലെയുള്ള മൗലിദുകളിൽ ലഈഫ് പോയിട്ട് കള്ളക്കഥകളാണ് പലതും ഉള്ളത്. പല കള്ളക്കഥകളും കുത്തി നിറച്ച മൗദൂഉകൾ കുത്തി നിറച്ചതല്ലേ? ശരീഅത്തിന് വിരുദ്ധമല്ലേ അത്? നിങ്ങൾ ഗൗരവമായി കാണേണ്ട വിഷയമല്ലേ? അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചിട്ടില്ല. മാത്രമല്ല, ഇപ്പൊ ഈ നബിദിനാഘോഷത്തിന്റെ പേരിൽ നടത്തുന്ന റാലിയെ നിങ്ങൾ എതിർത്തു. എന്നാൽ റാലി മാത്രം എതിർത്താൽ മതിയോ? ഈ നബിദിനാഘോഷം തന്നെ അതൊരു മതനിയമമായി, അതൊരു പുണ്യമായി നിങ്ങളിൽ പല ആളുകളും കാണുന്നില്ലേ? അത് ശരിക്കും മതത്തിൽ തശ്രീഅ ചെയ്യലല്ലേ? പുതിയ നിയമങ്ങൾ ഉണ്ടാക്കലല്ലേ? നബിദിനാഘോഷത്തിന് തെളിവായി ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമൊക്കെ ആയത്തും ഹദീസും ഓതി ദുർവ്യാഖ്യാനം ചെയ്ത് അതിനൊരു സുന്നത്തായി മതനിയമമായി
നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവതരിപ്പിക്കുന്നില്ലേ? നബി ജനിച്ച രാവ് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്തരമാണ് എന്ന് നിങ്ങൾ തന്നെ പറയുന്നില്ലേ? അപ്പോ മറ്റു മാസങ്ങൾക്കില്ലാത്ത മതമഹത്വം ഈ റബീഉൽ അവ്വലിന് നിങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. ആ ദിവസത്തിനും മാസത്തിനുമൊക്കെ പ്രത്യേക മതമഹത്വം നൽകി അതിനെ ഒരു പ്രത്യേക മതാചാരമായിട്ടാണ് നിങ്ങളുടെ പ്രബോധകരും അതേപോലെ പ്രസിദ്ധീകരണങ്ങളും അണികളൊക്കെ കാണുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ശരിക്കത് ബിദ്അത്തല്ലേ? അതിനെ എതിർക്കേണ്ടതല്ലേ? ഈ മാസം വരുമ്പോൾ, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രത്യേകമായി അതിനെ സ്വാഗതം ചെയ്യാനും അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പണ്ഡിതന്മാർ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയുന്നില്ല. അതൊക്കെ ശരീഅത്തിനെതിരല്ലേ? പകരം പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ലെവലാണല്ലോ വരുന്നത്. മുഅ്മിനീങ്ങളെ ആദരിച്ചോ. ആ മാസം 1 മുതൽ 30 അടങ്ങുന്ന ദിവസവും ആ മാസത്തെ ആദരിച്ചുകൊണ്ട് മൗലിദോദണം. നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും നമ്മുടെ വഴിയോരങ്ങളും മുഴുവനും മാലകളെ കൊണ്ടും വർണ്ണ ലൈറ്റുകൾ കൊണ്ടും ഭംഗിയാക്കണം. നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ വീട് വരെ വർണ്ണ ലൈറ്റ് വെക്കുകയും അങ്ങനെ നല്ല ഫ്ലക്സുകൾ വെച്ച് മർഹബൻ ബി ഷഹരിൽ ഹബീബ്, ഹബീബായ നബിയെ അവിടുത്തെ മാസത്തിന് സ്വാഗതം, മർഹബൻ ബിൽ ഹബീബ്, ഹബീബായ നബിയെ തങ്ങൾക്ക് സ്വാഗതം മുതൽക്കുള്ള വാക്കുകൾ എഴുതിയിട്ട് മദീനയിലേക്ക് സന്തോഷം പ്രകടിപ്പിക്കൂ. നബി തങ്ങളത് കാണുന്നതാണ്. റബീഉൽ അവ്വൽ മാസം 1 മുതൽ 30 വരെ അതിന് പ്രത്യേകത കൽപ്പിക്കുകയാണ്. മാത്രല്ല ഇവിടെ വിശ്വാസപരമായ വ്യതിയാനങ്ങൾ വരെ വരികയാണ് അല്ലേ? ഇതൊക്കെ ചെയ്യുന്നത് നബി കാണും എന്ന വിശ്വാസത്തിലാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന കാര്യമല്ലേ? എത്രമാത്രം ഗൗരവമാണ്! പേരോട് ഉസ്താദ് ചിന്തിക്കണം, നിങ്ങൾ ഇടപെടണം. ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങളല്ലേ നടക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് എന്താണ്? ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ഒന്നും പാടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇവിടെ അതൊക്കെ ലംഘിക്കുന്നില്ലേ? ഇങ്ങനെ ഈ നബിദിനാഘോഷത്തിന് പ്രത്യേക മഹത്വമുണ്ടെന്നും അത് സുന്നത്താണെന്നും അത് മതത്തിൽ പ്രത്യേക പുണ്യകർമ്മമാണ് എന്നുമൊക്കെ വിശ്വസിക്കുകയും അങ്ങനെ വിചാരിക്കുകയും ചെയ്താൽ അത് മതത്തിൽ തശ്രീഅ് ചെയ്യലല്ലേ? അത് ബിദ്അത്തും മുൻകറത്തല്ലേ? പാടില്ലെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ അത്? കേൾക്കാം നമുക്ക്. പിന്നെ ഈ നബിദിനാഘോഷത്തിലെ ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് തശ്രീഅാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 11 ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിനുണ്ട് എന്നോ അല്ലെങ്കിൽ 11 ചെയ്യാൻ സുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് 12 എന്നോ ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തശ്രീഅകളാണ്, അത് പുതിയതുണ്ടാക്കലാണ്, അത് ബിദ്അത്ത് മുൻകറത്തിന്റെ ഇനത്തിൽപ്പെടും. കേട്ടില്ലേ സഹോദരങ്ങളെ? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ചക്കൊടുവിൽ ഇതൊക്കെ സമ്മതിക്കേണ്ടി വന്നു ഇവർക്ക്. സലഫികൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പൊ ഇയാള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരുടെ അണികൾ ചെയ്യുന്നു, അതല്ലെങ്കിൽ ആ നിലക്ക് വിശ്വസിക്കുന്നു അല്ലേ? ആ നിലക്ക് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ ജനങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിക്കാൻ കാരണമായി തീരുകയാണ്. ശരീഅത്തിനെതിരായ കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസാദാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തടയപ്പെടേണ്ടതല്ലേ? അതല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്ന ഉസൂല്? ഫസാദ് ഉണ്ടാകുകയാണെങ്കിൽ അത് തടയുക എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസൂൽ അല്ലേ? ആ ഉസൂല് പഠിപ്പിക്കുന്നു എന്ന് കേട്ടു നോക്കൂ. പിന്നെ ഇവിടെയുള്ള ചോദ്യം, ഏതൊക്കെ പറയാൻ പറ്റും, ഏത് പറയാൻ പാടില്ല, ഏത് വലിയന്റേത് പറയാൻ പറ്റും, ഏത് വലിയന്റേത് പറയാൻ പറ്റില്ല, ഏത് കാലത്ത് പറയാൻ പറ്റും, ഏത് കാലത്ത് പറയാൻ പറ്റില്ല, ഇതൊക്കെയാണ് ചോദ്യം. വളരെ നിസ്സാരമാണ് ഇതിന്റെ മറുപടി. ഒന്നാമത്, കറാമത്തുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമേ അല്ല ഇത്. ഏത് കാര്യങ്ങളും ഒരു സമൂഹത്തിൽ വഴിവെക്കാൻ കാരണമാകും എന്ന് തോന്നുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ആ കാര്യം ആളുകളൊക്കെ പഠിച്ചിരിക്കൽ ഫർള് ഐനായൊരു കാര്യവുമല്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യം പറയാൻ പാടില്ല എന്നാണ്. ദഫ്ഉൽ മഫാസിദി ഔലാ മിൻ ജൽബിൽ മസാലിഹി എന്നത് ഇത് എല്ലാ മദ്ഹബിന്റെ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഒരു പൊതു നിയമമാണ്. അത് മുൻപുള്ള കാലത്താണെങ്കിലും നിയമം അങ്ങനെ തന്നെയാണ്, ഇപ്പോഴുള്ള കാലത്താണെങ്കിലും നിയമം അങ്ങനെ തന്നെയാണ്. ഈ വലിയന്റെ കാര്യത്തിൽ അങ്ങനെയാണ് നിയമമെങ്കിൽ അപ്പുറത്തെ വലിയന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നിയമമുള്ളത്. കേട്ടില്ലേ? അപ്പൊ ഇതിലൊക്കെ ഫസാദാണ്, ഇതിലൊന്നും മൻഫഅത്തില്ല, ഫസാദാണ് കൂടുതൽ. അപ്പൊ ഉസൂലാണ്, നിങ്ങൾക്ക് തള്ളാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പേരോട് ഉസ്താദ് ഇതൊക്കെ തടുക്കേണ്ട കാര്യമല്ലേ? ഓരോ കാര്യങ്ങളും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്നത് അത് മൻഫഅത്തല്ലല്ലോ, അത് ഫസാദല്ലേ, ഗുരുതരമല്ലേ, അപകടകരമല്ലേ? അതുകൊണ്ട് തടയപ്പെടേണ്ട കാര്യമല്ലേ? മാത്രമല്ല റോഡ് തടയുക, റോഡ് തടസ്സം സൃഷ്ടിക്കുക, ജനങ്ങളുടെ മാർഗ തടസ്സം സൃഷ്ടിക്കുക ഗൗരവമായ കാര്യമാണ്. അത് നന്മയല്ലല്ലോ, തിന്മയല്ലേ? അതേപോലെ തന്നെ പ്രത്യേകമായൊരു മതനിയമമായി
നബിദിനാഘോഷത്തെ കാണുക, അത് പ്രത്യേക പുണ്യമുള്ളതായി അതിനെ കണക്കാക്കി ആ നിലക്ക് ആചരിക്കുക. അത് മതത്തിൽ വിദഅത്തല്ലേ? അതിൽ ഗുണമില്ലല്ലോ, നന്മയില്ലല്ലോ, ഫസാദല്ലേ അത്? മാത്രമല്ല ഇതൊക്കെ നബി കാണും എന്ന വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. തോരണങ്ങൾ തൂക്കുന്നതും അലങ്കരിക്കുന്നതുമൊക്കെ അത് വിശ്വാസപരമായി വലിയ അപകടത്തിലേക്ക്, ശിർക്കിലേക്ക് പോകുന്ന കാര്യമല്ല, ഒക്കെ ഫസാദാണ്. ഫസാദല്ലേ ഇവിടെ കൂടുതൽ? അപ്പം നിങ്ങൾ പഠിപ്പിക്കുന്ന കായിദയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഫസാദിനെ തടയേണ്ടതല്ലേ? എന്നിട്ട് ഈ ഉമ്മത്തിനെ രക്ഷിക്കേണ്ടതില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷപ്പെടുത്തണം, തുറന്നു പറയണം, പരലോകത്തിന് പ്രാധാന്യം കൽപ്പിക്കണം. ഇവിടെ ജനങ്ങളുടെ ആക്ഷേപത്തിന് വക നൽകാതെ ഇത്തരം തിന്മകൾക്കെതിരെ തുറന്ന് ശബ്ദിക്കാൻ ഇനിയും നിങ്ങൾ രംഗത്ത് വരണം. നിങ്ങൾ പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ വഴിതടസ്സം സൃഷ്ടിച്ച് മുസ്ലിം ഉമ്മത്തിനെ പറയിപ്പിക്കുന്ന ഈ തെറ്റായ കാര്യത്തിനെതിരിൽ നിങ്ങൾ പ്രതികരിച്ചത് വളരെ സന്തോഷകരമാണ്. ഓരോ കാര്യങ്ങളും ഇനിയും നിങ്ങൾ തുറന്നു പറയുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.